പ്രാവശ്യം കൂടെ കര ഉയർത്തി ശക്തമായ കർത്താവിന് മഹത്വം കൊടുത്താട്ട്. 144 സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചത്. പല ആവർത്തി നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വേദഭാഗങ്ങളാണ്. അമ്മേൻ്റെ 1-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കുക. അമ്മേ സ്തോത്രം. അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിനായി എൻ്റെ വിരലുകളെയും അഭ്യസിച്ച് കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. അഭ്യസിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ഇപ്പോഴും എന്തുകൊണ്ടിരിക്കുക, ദൈവത്തിനെ ആത്മാവ് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇദ്ദേഹത്തിന് യുദ്ധം ചെയ്ത പരിചയമൊന്നുമില്ല, ഉണ്ടോ? സ്തോത്രം. ആകെ ദാവീദിന് അറിയാവുന്ന കാര്യങ്ങൾ, ആടിനെ മേയ്ക്കാൻ അറിയാം, അവൻ്റെ കയ്യിൽ ഒരു വടിയൊക്കെ ഉണ്ട്, അതിനെ മേയ്ക്കും. പിന്നെ നന്നായിട്ട് വീണ വായിക്കാൻ. ഈ 2 കാര്യങ്ങൾ ഫെമിലിയറാണ്. ആര്? എന്നാൽ അവൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒന്ന് ദൈവാത്മാ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. മുൻപിൽ വന്ന വെളിപ്പെട്ട് നിൽക്കുന്ന വലിയ പ്രതിസന്ധി ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ദാവീദിന് പറയാൻ കഴിയും, ശൗലിന്റെ സ്തോത്രം ഈ പട്ടാള ക്യാമ്പിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ല. അവന്റെ ജ്യേഷ്ഠന്മാർ അല്ലെങ്കിൽ കമാൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന്, ഹയർ ഒഫീഷ്യൽസിന്റെ കയ്യിൽ നിന്നൊന്നും യുദ്ധത്തിന്റെ യാതൊരു പരിശീലനം ആർക്കില്ല. പക്ഷെ ഒന്ന് പറയുന്നുണ്ട്, സ്തോത്രം, എന്നെ അഭ്യസിപ്പിച്ചത്, എന്നെ പഠിപ്പിച്ചത്, എൻ്റെ മുൻപുള്ള ശത്രു വീഴാൻ കാരണം എൻ്റെ കഴിവല്ല, പിന്നെ എന്നെ പഠിപ്പിച്ച സ്തോത്രം ഇടയച്ചെറുക്കനായ എന്നെ, ആടിനെ മേയ്ക്കാൻ മാത്രം അറിയാവുന്ന എന്നെ, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എൻ്റെ കഴിവല്ല, പ്രാപ്തിയല്ല. അവൻ യുദ്ധത്തിനായിട്ട് എൻ്റെ കൈകളെയും പോരിനായിട്ട് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. ഇന്ന് പകലക്കാലം പ്രിയരേ, ഓരോരുത്തരുടെ മുൻപിലുള്ള യുദ്ധം വ്യത്യസ്തമാണ്. പ്രശ്നങ്ങള്, വിഷയങ്ങള്, ഭാരങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അത് കടന്നു വരുമ്പോൾ ആരും പതറിപ്പോകരുത്, ആരും ക്ഷീണിച്ചു പോകരുത്. ഓരോ പ്രതിസന്ധി മുൻപിൽ വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അഭ്യസിപ്പിക്കും, ദൈവത്തിന്റെ ആത്മാവെ പഠിപ്പിക്കും. ആ യുദ്ധം നമ്മളെ കീഴടക്കാനല്ല, ആ പ്രതിസന്ധി നമ്മളെ ഇല്ലാതാക്കാനല്ല, ആ വെല്ലുവിളി നാം പരാജയപ്പെടാനല്ല, പിന്നെയോ അതിനെ കീഴടക്കുവാൻ, അതിന്റെ മേൽ ജയമെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ അതിനെ ജയിക്കാനായിട്ട്. പ്രശ്നങ്ങൾ വരത്തില്ലെന്നല്ല, ഒരു ദൂത് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുന്ന, ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഭാരം നിൽക്കുന്ന ആ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടരുത്. അതിനെ കീഴടക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പഠിപ്പിക്കും. അതിനെ ജയിക്കാൻ പരിശുദ്ധാത്മാവ് അതിനെ ശക്തീകരിക്കുമെന്ന്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതുവരെ നീ ചെയ്തിട്ടില്ലാത്ത, ഇതുവരെ നിന്നിൽ വെളിപ്പെട്ട് വരാത്ത, ഇതുവരെ നീ ഉപയോഗിക്കാത്ത നിലകളിൽ നിന്റെ മേൽ കൃപ പകരുന്ന, നിന്റെ മേൽ അഭിഷേകം പകരുന്ന, നിന്റെ മുൻപിലുള്ള യുദ്ധത്തെ, നിന്റെ മുൻപിലുള്ള വെല്ലുവിളിയെ നിനക്ക് തന്നെ കീഴടക്കത്തക്ക രീതിയിൽ നിന്നെ പരിശുദ്ധാത്മാവ് ഒരുക്കിയെടുക്കാൻ പോകുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ, അത് നിന്നിലൂടെ വെളിപ്പെട്ടു വരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചിലത് ഇന്ന് പകലക്കാല കീഴടങ്ങട്ടെ, ചിലന്ന് പകലക്കാല കീഴടങ്ങട്ടെ. ഗോലിയാത്തിനെ പോലെ, ഫലിസ്ത്യരെ പോലെ വെല്ലുവിളിച്ചു നിൽക്കുന്ന അതിനെ കീഴടക്കാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യുദ്ധത്തിനായി നിന്റെ കൈകളെയും പോരിനായി നിന്റെ വിരലുകളെയും, ദാവീദിനെ മാത്രമല്ല കൃപ പ്രാപിച്ച ദൈവമൈതലേ, നിന്നെ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മ അഭ്യസിപ്പിക്കുകയാണ്. മൂർച്ചയുള്ള ആയുധമായി
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, ഇതുവരെ വെളിപ്പെട്ടു വരാത്ത, ഇതുവരെ നിന്നിൽ വെളിപ്പെടാത്ത ചിലത് നിന്നെ ഏൽപ്പിപ്പോ. Oh Jesus, we thank you Lord. അഭ്യസിപ്പിക്കട്ടെ, അഭ്യസിപ്പിക്കട്ടെ, അഭ്യസിപ്പിക്കട്ടെ. ദൈവം നിന്നെ പഠിപ്പിക്കട്ടെ. നീ തോൽക്കാനല്ല ഈ വെല്ലുവിളി, നീ പരാജയപ്പെടാനല്ല ഈ വെല്ലുവിളി, നീ പിന്മാറാനല്ല ഈ വെല്ലുവിളി. നിന്നെ പഠിപ്പിച്ച് ജയിപ്പിക്കാൻ, നിന്നെ അഭ്യസിപ്പിക്കാൻ. Oh, thank you Lord. Thank you Lord. Thank you Lord. Thank you Lord. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അവൻ വാടിപ്പോകുന്ന നിന്നെ ശക്തീകരിക്കാൻ, ക്ഷീണിച്ചു പോകുന്ന നിന്നെ ബലപ്പെടുത്താൻ, അധൈര്യപ്പെടുന്ന നിന്നെ ധൈര്യത്തോടെ നിർത്താൻ അവൻ നിന്നെ അഭ്യസിപ്പിക്കുകയാണ്. ആർക്കും ലഭിക്കാത്ത ട്രെയിനിങ്, ആർക്കുമില്ലാത്ത വെല്ലുവിളി നിന്റെ മുൻപിലുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത ട്രെയിനിങ് നിനക്ക് വേണ്ടി ദൈവം തരികയാണ്. ആർക്കുമില്ലാത്ത വെല്ലുവിളി നിന്റെ മുൻപിൽ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, oh Jesus, hallelujah. Praise be to God, hallelujah. ഒരു കാര്യം ഓർത്തോണം, ആർക്കുമില്ലാത്ത വെല്ലുവിളികൾ എഴുന്നേൽക്കുമ്പോൾ ഓർത്തോണം, ആർക്കുമില്ലാത്ത ട്രെയിനിങ് നിനക്ക് തരാൻ പോകുക. ആരെയും അഭ്യസിപ്പിക്കാത്ത റൂട്ടിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നടത്തും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, പല യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയാമോ കല്ലെറിഞ്ഞ് വീഴ്ത്തിയ യുദ്ധം? ഇത് ശൗല് പഠിപ്പിച്ചതല്ലെന്ന്, ഈ ടെക്നിക്ക് അവന്റെ പട്ടാള ക്യാമ്പിൽ നിന്ന് കിട്ടിയതല്ല. അയ്യോ, ദൈവാത്മാവ് എടുക്കുന്ന റൂട്ടുണ്ടല്ലോ, ദൈവാത്മാവ് പണിതെടുക്കുന്ന മേഖലകൾ, നിന്റെ ബുദ്ധിക്കും യുക്തിക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത മേഖലയിലൂടെ ദൈവാത്മാവ് നടച്ചു വന്ന് ദൈവത്തിന്റെ നിന്നെ അഭ്യസിപ്പിക്കണം. നിന്റെ അറിവിനപ്പുറമായി, നിന്റെ കഴിവിനപ്പുറമായി, നിന്റെ ചിന്തക്കപ്പുറമായി ഇതുവരെ ഇല്ലാത്ത തലങ്ങള് നിന്നെ കൊണ്ടെത്തിച്ച് നിന്നെ അഭ്യസിപ്പിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദാവീദിനോട് ചോദിച്ച, ദാവീദേ, നീ ഒരിക്കലെങ്കിലും വെറുതെ എങ്കിലും ഒരു കല്ല് വലിച്ച് ആരെങ്കിലും എറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിന്റെ ആയുസ്സിൽ ആരെയെങ്കിലും ഇങ്ങനെ കവണ കൊണ്ടെറിഞ്ഞ് വീഴ്ച ചരിത്രമുണ്ടോ? ഇല്ല. പിന്നെ നീ എന്തോ ബലത്തില ഈ ഗോലിയാത്തിന് നേരെ ഈ അടവുമായിട്ട് പോന്നേ? സ്വത്രം, ഒരു വാളോ ഒരു പരിചയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നിൽക്കുന്നവർക്കെങ്കിലും ഒരു ധൈര്യമുണ്ട്, എന്തേലുമൊക്കെ ഇന്ന് നടക്കുമെന്ന്. ഹല്ലേലൂയ. പക്ഷെ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ. അവൻ കരത്തിലുള്ളതിന്റെ വലുപ്പമല്ല വിഷയം, അവന്റെ മേലുള്ള അഭിഷേകം, അവന്റെ മേലെ നിയോഗം വെളിപ്പെട്ടപ്പോൾ ദൈവാത്മാവ് നിയോഗം കൊടുത്തു. അവൻ ചേട്ടന്മാരെല്ലാം വാളിരിപ്പുണ്ട്, അത് ഇന്ന് നിന്റെ തരുന്നില്ല. ചേട്ടന്മാരെല്ലാം രാവിലെ വൈകിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് മാർച്ചൊക്കെ നടത്തി ബോഡിയൊക്കെ ഫിറ്റായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായിട്ട് ഇരിപ്പുണ്ട്. അതും നിനക്ക് വേണ്ട, വേണ്ട. ദൈവാത്മാവ് അഭ്യസിപ്പിക്കാന്ന് പറഞ്ഞു. പക്ഷെ നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ഹല്ലേലൂയ, മുൻവിധി കൂടാതെ ആത്മാവ് നേർനിരത്ത് നടത്തുമ്പോൾ അതുപോലെ നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ അമിവൽ പുതിയ ഒന്ന് ദൈവം ആൽപ്പിക്കാൻ പോകുക. പുതിയ തലത്തിലൂടെ പരിശുദ്ധാത്മാവ് അമി നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അമി എല്ലാവരുടെയിലുള്ള വാളല്ല നിന്നെ ഏൽപ്പിക്കുന്നത്, എല്ലാവരുടെയും കയ്യിലുള്ള ആയുധമല്ല. അമി വിശ്വാസത്തോടെ നിൽക്കാൻ തയ്യാറായാൽ ആരുടെ കയ്യിൽ ഇല്ലാത്തത്, ആരും ഉപയോഗിക്കാത്തത്, ആരിലും വെളിപ്പെടാത്തത് ദൈവത്തിന്റെ പൈതലെ നിന്നെ കൊണ്ട് ചെയ്യാൻ എന്റെ ദൈവം വിശ്വസ്തൻ. യേശുവിന്റെ നാമത്തിൽ അവൻ യുദ്ധത്തിനായി തന്റെ കൈകളെയും പോരിനായി തന്റെ വിരലുകളെയും അഭ്യസിക്കുന്ന വചനമെന്ന് പറഞ്ഞ എല്ലാവരും ദൈവത്തിന്റെ ആത്മാവിനെ അഭ്യസിപ്പിക്കുകയാണ്. സ്തോത്രം.
അതുകൊണ്ട് ക്ഷീണിച്ചു പോകല്ലേ. ആമിസ്വലം വെല്ലുവിളിയാ പ്രശ്നമെന്ന് പറയരുത്. ഇന്നോട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ ഇതിനെ കീഴടക്കാൻ എന്നെ ട്രെയിൻ ചെയ്യണം, ഇതിനെ കീഴടക്കാൻ എന്നെ പഠിപ്പിക്കണം. നിങ്ങളാരും വീട്ടിൽ പോയ ഉറക്കത്തിൽ ഒന്ന് പറഞ്ഞ് ഇരുന്നൊന്ന് പറഞ്ഞ്, കർത്താവേ എന്നെ കീഴടക്കാൻ പഠിപ്പിക്കണം. എന്റെ മുൻപിൽ വെളിപ്പെട്ട ഒരു സകലതിനെയും അതിനെ ജയിക്കാൻ എന്നെ ഇന്ന് പകലിൽ ഏൽപ്പിക്കുകയാണ്. എന്നെ അഭ്യസിന്ന് പറഞ്ഞ് മാതറൊന്ന് പ്രാർത്ഥിച്ച് എന്നെ അഭ്യസിപ്പിക്കണമേ. എന്റെ വിശുദ്ധിയെ വീഴ്ത്തിക്കളയാൻ, എന്റെ കൃപയെ ചോർത്തിക്കളയാൻ, എന്റെ അഭിഷേകത്തെ ഇല്ലാതാക്കാൻ, എന്റെ കുടുംബത്തിന്റെ സ്വസ്ഥത കെടുത്തി കളയാൻ, എന്റെ മേലുള്ള ദൈവിക അനുഭവത്തെ ചോർത്തിക്കളയാൻ ദുഷ്ടപിശാച് കടന്നു വരുമ്പോൾ അതിനെ ജയിക്കാൻ, അതിനെ കീഴടക്കാൻ, ചിലതിനെ ആത്മാവിൽ ശാസിപ്പാൻ, ചിലതിനോട് ആത്മാവിൽ കൽപ്പിപ്പാൻ എന്നെ അഭ്യസിപ്പിക്കണമേ. ദൈവസഭയെ അഭ്യസിപ്പിക്കണമേ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ എന്നെ അഭ്യസിപ്പിക്കണമേ. പ്രാർത്ഥനയുടെ മൂർച്ച കൂടട്ടെ, ആരാധനയുടെ ആഴങ്ങൾ വെളിപ്പെടട്ടെ, അഭിഷേകത്തിന്റെ തലങ്ങൾ വെളിപ്പെടട്ടെ. നിന്റെ മുൻപിലുള്ള ഗോലിയാത്തിനെ വീഴ്ത്തുന്ന നിലയിൽ Hallelujah. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. Hallelujah. Praise the Lord. കർത്താവ് നമ്മളെ അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആവശ്യത്തിന് ഈ അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും യുദ്ധങ്ങൾ കേൾക്കാം, വെല്ലുവിളികൾ കേൾക്കാം. പക്ഷെ ഒരു ധൈര്യം വേണം. എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഗോലിയാത്ത് നീ ഒരു 2 ദിവസം കൂടെ വെല്ലുവിളിച്ചു, പക്ഷെ നിന്റെ തലയെ ഞാൻ തകർക്കും. അല്പം കൂടെ നീ വെല്ലുവിളിച്ചോ, മാക്സിമം പറഞ്ഞു, പക്ഷെ നീ കീഴടങ്ങുന്നൊരു സമയമുണ്ട്. ഇന്ന് പകലക്കാലം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, കർത്താവ് എൻ്റെ മുൻപിലുള്ള വെല്ലുവിളിയെ കീഴടക്കാൻ എന്നെ പഠിപ്പിക്കണം. ഒരു പക്ഷേ പ്രാർത്ഥനയുടെ മൂർച്ച കൂട്ടാനായിരിക്കാം, ആരാധന മറ്റൊരു തലത്തിലോട്ട് പോകാനായിരിക്കാം. ഓരോ അഭിഷേകം, ഓരോ പുതിയത് വരുമ്പോൾ പുതിയ നിലവാരത്തെയും പഠിപ്പിക്കും, പുതിയ ആഴത്തിലോട്ട് കർത്താവ് ഇറക്കും. അതുകൊണ്ട് ഈ ദിവസത്തിൽ വന്ന എല്ലാ പ്രശ്നങ്ങൾക്കായിട്ട് സ്തോത്രം പറഞ്ഞ് കർത്താവ് ഒന്നുകൂടെ അഭ്യസിപ്പിക്കാൻ പോകുക, ഒന്നുകൂടെ പഠിപ്പിക്കാൻ പോകുക. ഹല്ലേലൂയ. ഞാൻ വേഗം നിർത്തട്ടെ. ആമേൻ, സ്തോത്രം. അവസാന ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് 12 പറയുന്ന പുത്രന്മാർ വാഴ്ത്തി തളിച്ചുകൊണ്ട തൈകൾ പോലെ, എന്ന് വെച്ചാൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ഫ്ലറിഷ് ആകുന്ന നിലയിൽ തലമുറകൾ വളരണം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്. പുത്രിമാർ എങ്ങനെയാണ്? അരമനയുടെ മാതിരിയായ സ്തോത്രം, ഹല്ലേലൂയ, ഭംഗിയുള്ള, അപ്പോൾ തന്നെ നിലനിർത്തുന്ന, താങ്ങി നിർത്തുന്ന ഭവനങ്ങൾ പണിയപ്പെടുന്ന നിലകളിൽ പുത്രിമാർ ശക്തരാകട്ടെ. അടുത്തോട് വായിച്ചോ. നിറയട്ടെ. അടുത്ത 14-ാമത്തെ, നിങ്ങളുടെ കാളുകൾ ചുമട് ചുമക്കട്ടെ. അടുത്ത അതുകൂടെ പറഞ്ഞ് നിർത്താം കേട്ടോ. മതിൽ തകർക്കുന്നതും പടയ്ക്കു പുറപ്പെടുന്നതും ഞങ്ങളുടെ വീതികളിൽ നിലവിളിയും ഇല്ലാതിരിക്കും. എല്ലാവരും ചേർന്ന വാക്കുകൂടെ വായിച്ചേ. ആമീൻ, സ്തോത്രം. മതിൽ തകർക്കുന്നതും പടയ്ക്കു പുറപ്പെടുന്നതും ഞങ്ങളുടെ വീതികളിൽ നിലവിളിയും. ഈ ദിവസങ്ങൾ നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ആമീൻ, സ്തോത്രം. തകർക്കാൻ ദുഷ്ടപിശാച് സർവശക്തിയോടെ കടന്നു വരുമ്പോൾ കൃപ പ്രാപിച്ച ദാവീദ് വെറുതെ ഹല്ലേലൂയ യുദ്ധത്തിന്റെ അഭ്യാസം മാത്രമല്ല, അവൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ തകരരുത്, തകരരുത്. തകർക്കാൻ ശത്രു കടന്നു വരുമ്പോൾ ചിലത് തകരാതിരിക്കാൻ പ്രാർത്ഥിക്കണം. നമ്മുടെ അന്തരീക്ഷം തകരരുത്,
ദൈവകൃപ നഷ്ടപ്പെടരുത്, ഐക്യത തകർന്നു പോകരുത്, അമിശ്വര സുരക്ഷിതത്വം തകരരുത്. ദുഷ്ടപിശാച് കയറി വരുന്ന മേഖലകള് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് അതിനെ ജയിക്കാൻ ദൈവസഭ തയ്യാറാകണം. ഭക്തൻ പ്രാർത്ഥിച്ചു, കർത്താവേ മതിലുകൾ തകരരുത്. പുറത്തുനിന്ന് ദുഷ്ടപിശാച് പുതിയ തന്ത്രങ്ങളുമായി കടന്നു വരുമ്പോൾ അമിശ്വരം മതിൽ തകർക്കുന്നതിന് മുൻപ് സഭ ആത്മാവിൽ ആരാധിച്ച് ജയിച്ചോണം. കോട്ട കാത്തുകൊള്ളുവീൻ, അരമുറുക്കിക്കൊള്ളുവീൻ. തകർക്കുന്നു നമുക്ക് മുൻപായി പുറപ്പെടുന്നുണ്ട്. അവൻ സഭ ശക്തമായി പ്രാർത്ഥിക്കണം. അന്തരീക്ഷം തകർന്നു പോകരുത്, നിന്റെ സ്വസ്ഥത തകർന്നു പോകരുത്, സമാധാനം ഇല്ലാതായി പോകരുത്. അവൻ ശത്രുവിന്റെ സകല തീയമ്പുകളെയും അവൻ ജയിക്കുന്ന വിശ്വാസത്തിന് പരിചയെടുത്ത് വിട്ടു പറയുകയാണ്, അവൻ മതില് തകരരുത്, പടയ്ക്ക് പുറപ്പെടരുതെന്ന് വെച്ചാൽ പിന്നെയും പ്രതിസന്ധിക്കകത്ത്, പിന്നെയും അടിമത്തത്തിനകത്ത്, പിന്നെയും അല്ലെങ്കിൽ വിഷയത്തിനകത്ത് മുറിവേക്കുന്ന അന്തരീക്ഷം ഉണ്ടാകരുത്. വീതികളിൽ എന്ത് ചെയ്യണം? നിലവിളി. എന്നോ പ്രാർത്ഥനയാ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഞാനത് പറഞ്ഞങ്ങ് നിർത്തുകയാ. എല്ലാവരും പ്രാർത്ഥിച്ചോണം. ആമേൻ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ ഹൃദയഭേദകമായ അന്തരീക്ഷത്തിലൂടെ കേരളം കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് വളരെ വേദനയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ മതില് തകരരുത്, പടയ്ക്ക് പുറപ്പെടരുത്. ഞാൻ എന്നെ വിശദീകരിക്കുന്നില്ല. നിലവിളി ഉണ്ടാകരുത്. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ട്. യുദ്ധത്തിനായിട്ട് നിന്റെ കൈകളെയും പോരിനായിട്ട് നിന്റെ വിരലുകളെയും ദൈവത്തിന്റെ ആത്മാവ് അഭ്യസിപ്പിക്കുകയാണ്. ചിലത് സംഭവിക്കാതിരിപ്പാൻ, ചിലത് അകന്നു മാറാൻ, ചിലതിനെ പിടിച്ചു കെട്ടാൻ ദൈവത്തിന്റെ ആത്മ നിന്നെ അഭ്യസിപ്പിക്കുകയാണ്. ദാവീദ് പറയുന്നുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ, എൻ്റെ ജനത്തെ അവൻ കീഴടക്കി തന്നു. കീഴടങ്ങിയതല്ല, കർത്താവ് നിന്നെ ട്രെയിൻ ചെയ്താൽ കീഴടങ്ങേണ്ടതെല്ലാം കീഴടങ്ങും. ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാൽ, കർത്താവേ ഇന്ന് പകലിൽ ഒരിക്കൽ കൂടെ സമർപ്പിക്കുകയാണ്. കർത്താവേ, യുദ്ധം മുൻപിലുണ്ട്. പലപ്പോഴും ഞാൻ പരാജയപ്പെടുകയാണ്. വെല്ലുവിളികൾ കാണുമ്പോൾ ഞാൻ പേടിച്ചോടുകയാണ്. എങ്ങനെ തന്നെ തരണം ചെയ്ത് ആദ്യ ഇന്ന് പകല് കാലവേൽപ്പിക്കുന്നപ്പാ, എന്നെ ട്രെയിൻ ചെയ്യണം, എന്നെ ട്രെയിൻ ചെയ്യണം, എന്നെ അഭ്യസിപ്പിക്കണം. എനിക്ക് മുൻപോട്ട് പോകണം, എനിക്ക് മതിൽ ചാടിക്കടക്കണം, എനിക്ക് ജയമെടുക്കണം. കർത്താവ്, എനിക്ക് യാത്ര തികയ്ക്കണം, എൻ്റെ ശുശ്രൂഷ തികയ്ക്കണം, എനിക്ക് വേല തികയ്ക്കണം, എനിക്ക് മുൻപോട്ട് പോകണം. കർത്താവ്, എന്നെ അഭ്യസിപ്പിക്കണമേ. എൻ്റെ സമയത്തെ ശത്രു തടയരുത്, എൻ്റെ യാത്രയെ ശത്രു തടയരുത്, എൻ്റെ ശുശ്രൂഷയെ ശത്രു തടയരുത്, എൻ്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ ശത്രു തടയരുത്. ആ യുദ്ധത്തെ, ആ ഗോലിയാത്തിനെ, ആ വെല്ലുവിളിയെ കീഴടപ്പാൻ കർത്താവിനെ സഹായിക്കണമേ. സ്വർഗപിതാവേ, ദൈവസഭയെ അങ്ങയുടെ കരുത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഒരുമിച്ച് ഏൽപ്പിക്കുകയാണ്. അപ്പാ, ഞങ്ങളെ അഭ്യസിപ്പിച്ചാട്ട്, ഞങ്ങളെ ട്രെയിൻ ചെയ്താട്ട്, കർത്താവ് ജയമെടുപ്പാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ട്, യുദ്ധം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ട്, കർത്താവെ ആത്മീയ ആയുധങ്ങൾ ഉപയോഗിപ്പാൻ ഞങ്ങളെ ശക്തീകരിച്ചാട്ട്. കർത്താവെ, മതിൽ തകരരുതേ. കർത്താവ്, യുദ്ധത്തിന് പുറപ്പാടിന് ഉണ്ടാകരുതേ, നിലവിളികൾ കേൾക്കരുതേ. കർത്താവെ, ഞങ്ങൾ എല്ലാ ദൈവസഭയ്ക്കായി സ്തോത്രം, എല്ലാ വീടെടുക്കപ്പെട്ട ദൈവമക്കൾക്കായി സ്തോത്രം, എല്ലാ വിശുദ്ധന്മാരെ ഏൽപ്പിക്കുന്നു. പ്രയോജനപ്പെടേണ്ട ഒന്നിനെയും വൃക്ഷത്തെ ഫലത്തോടുകൂടെ വെട്ടിക്കളയാൻ കയറി വരുന്ന എല്ലാ ദുർവ്യാപാരങ്ങള്, എല്ലാ മരണത്തിന്റെ ആലോചനകള് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ദൈവസഭ ആത്മാവിൽ ബന്ധിക്കുകയാണ്. കർത്താവ് ശക്തീകരിച്ച ആത്മാവിൽ യുദ്ധം ചെയ്ത് മുന്നേറ കൃപ പകരും. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ.